ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ക്ലോറോഫൈറ്റം കൊമോസം എന്നറിയപ്പെടുന്ന നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ്. അതായത് ഈ സ്പൈഡർ പ്ലാന്റ് എന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ്. നമുക്ക് ഒരേ സമയം ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് അഥവാ ചെലന്തി ചെടി എന്നറിയപ്പെടുന്ന ഈ ചെടി. ഈ ചെടിയുടെ കുറച്ച് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നമുക്കെന്നും ഇത് നനയ്ക്കേണ്ട കാര്യമില്ല. ആഴ്ചയിൽ ഒന്നും നനച്ചാൽ മതി. അപ്പോൾ കൂടുതൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടുള്ളൊരു ബെൽ ബട്ടൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ചെടി കണ്ടില്ലേ, കാണാൻ എന്ത് ഭംഗിയല്ലേ. അതായത് അതിൻ്റെ ആ ഒരു പച്ചയും വെള്ളയും കൂടെ ചേർന്ന് ബോർഡറിലൊക്കെ ഒരു വൈറ്റ് വെള്ള നിറവും നടുക്ക് നല്ല പച്ച നിറവും. ഇത് നമ്മുടെ വീടിനുള്ളിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല പോലെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ, നമ്മുടെ വീടിനുള്ളിലെ എയർ നല്ല രീതിയിൽ പ്യൂരിഫൈ ചെയ്ത് നല്ല ഓക്സിജൻ നമുക്ക് തരുന്ന ഒരു ചെടിയാണ് ഈ ക്ലോറോഫൈറ്റം കൊമോസം എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഈ സ്പൈഡർ പ്ലാന്റ് അഥവാ ചെലന്തി ചെടി എന്നൊക്കെ അറിയപ്പെടുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെന്നും ഈ ചെടി നനയ്ക്കേണ്ട ഒരു ആവശ്യവുമില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം നനച്ചാൽ മതി. അതുപോലെ തന്നെ ഒരുപാട് സൺലൈറ്റിൽ കൊണ്ട് ഈ ചെടി വെക്കരുത്. മിതമായൊരു സൺലൈറ്റൊക്കെ മതി. അതായത് നമ്മുടെ വീടിനുള്ളിലൊക്കെ ആണെങ്കിലും വിൻഡോ സൈഡിലൊക്കെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് സൂര്യപ്രകാശം വേണമെന്നില്ല. മിതമായ വെളിച്ചത്തിലും നല്ലതുപോലെ വളർന്നു വരുന്നൊരു ചെടിയാണ് ഈ ഒരു സ്പൈഡർ പ്ലാന്റ്. ഈ ചെടിയുടെ കുഞ്ഞുങ്ങൾ കണ്ടോ, അതായത് ചെറിയ കുഞ്ഞു ചെടികൾ ഉണ്ടാകുന്ന ഇതുപോലെ ഒരു കമ്പ് വന്നിട്ട് അതിൻ്റെ അഗ്രഭാഗത്തായിട്ടാണ് ഇതിൻ്റെ അതായത് പുതിയ ചെടികൾ ഉണ്ടായി വരുന്നത്. ഈ ചെടികൾക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇതിന് എയ്റോപ്ലെയിൻ പ്ലാന്റ് എന്നും ഇതിനൊരു പേരുണ്ട്. അതായത് വിമാനച്ചെടി എന്നൊക്കെ ഇതിന് പേരുണ്ട്. അതായത് ഇതിന് കുഞ്ഞുങ്ങൾ, അതായത് കുഞ്ഞു ചെടികൾ തൈകൾ ഉണ്ടായി വരുന്നത് ഇങ്ങനെ ആയതുകൊണ്ടാകാം അതിന് ഇങ്ങനെയുള്ള പേര് കിട്ടിയത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീടിനുള്ളിൽ വെക്കുകയാണെങ്കിൽ ഉള്ളിലെ അതായത് ഹാംഫുൾ കെമിക്കൽസിനെയൊക്കെ ഈ ചെടി അബ്സോർബ് ചെയ്തിട്ട് നല്ല ഓക്സിജൻ തരുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് രസമാണ് ഇത് കാണാനല്ലേ. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടോ, ഇതേപോലെ ഒരു തണ്ട് വന്നിട്ട് അതിൻ്റെ അഗ്രഭാഗത്താണ് തൈകളുണ്ടായി വരുന്നത്. ഇതേപോലെ കളകളൊക്കെ ഉണ്ട്. ഇത് ഞാൻ പുറത്ത് വെച്ചിരുന്നൊരു ചെടിയാണ്. അതാണ് കളകളൊക്കെ ഇങ്ങനെ കിളിച്ചിട്ട്. അതായത് ഇതിനകത്ത് ഞാൻ കുറേ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചാണകപ്പൊടി ഇട്ടത് കൊണ്ടാണ് ഇതുപോലെ കളകൾ കിളിച്ച് വരുന്നത്. മാക്സിമം നമ്മൾ ചാണകപ്പൊടി ഇടുന്നത് കൊണ്ടാണ് ഇങ്ങനെ കളകൾ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ചാണകപ്പൊടി അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലുപൊടിയും അങ്ങനെയുള്ള വളങ്ങളും അതുപോലെ ലിക്വിഡ് സ്ലറിയൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ഇതുപോലെ കളകൾ കിളിച്ച് വരാതെ നമുക്ക് ചെടികളെ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതേപോലെ ഇതിപ്പം പുതിയ തൈകൾ ഇങ്ങനെ ഉണ്ടായി വരുന്നതാണ്. ഇങ്ങനെ കമ്പ് വന്നിട്ടാണ് ഇതിലാണ് തൈകൾ ഉണ്ടായി വരുന്നത്. ഇത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഈ സ്പൈഡർ പ്ലാന്റ് നഴ്സറികളിലൊക്കെ വാങ്ങാൻ കിട്ടും. നല്ല രസമാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കുഞ്ഞു തൈകൾ ഉണ്ടായി വരികയാണ്. അതുപോലെ തന്നെ അതിൻ്റെ പൂക്കൾ കണ്ടോ, വെള്ള നിറത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇതിന് ഉണ്ടായി വരുന്നത്. പൂക്കൾ കാണാനും നല്ല ഭംഗിയാണ്. ഒത്തിരി അട്രാക്റ്റീവായിട്ടുള്ള ഒരു ചെടിയാണ് ഈ ഒരു ചെടി. ഈ കുഞ്ഞ് തൈകൾക്ക് പറയുന്ന പേരാണ് സ്പൈഡറേറ്റ്സ് എന്നാണ് പറയുന്നത്. സ്പൈഡറേറ്റ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ചെലന്തി ചെടിയുടെ കുഞ്ഞുങ്ങളാണ് ഇത്. ഈ ചെടികളെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്സ് വളരെ പ്രധാനമാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ ചെടികൾക്ക് നിങ്ങൾക്ക് വീടിനുള്ളിലാണ് വെക്കുന്നതെങ്കിൽ മാക്സിമം ലിക്വിഡ് സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കുക. അതായത് നിങ്ങൾക്ക് നമ്മുടെ സവാളയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് സവാളയുടെ തൊലി 1-2 ദിവസം നമ്മൾ 2-3 ദിവസം ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു 4-ാമത്തെ ദിവസം അത് അരിച്ച് ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ഇതിന് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലുള്ള ലിക്വിഡ് സ്ലറീസൊക്കെ നിങ്ങൾക്ക്, ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ഈ ചെടികൾക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലുപൊടി ഒരു നല്ലൊരു വളമാണ് ഈ ചെടിക്ക്. നല്ല ആരോഗ്യത്തോടെ ചെടി നല്ലപോലെ കിളിച്ചു വരാനും എല്ലുപൊടി വളരെ നല്ലതുപോലെ സഹായിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഈ തൈ കട്ട് ചെയ്ത് ഞാൻ വെക്കുന്നത് കാണിച്ചു തരാം. കണ്ടോ, ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ചട്ടിയിൽ നേരിട്ട് നട്ടുവെക്കാം. അതല്ല എങ്കിൽ ഈ കുഞ്ഞു തൈ എടുത്തതിന് ശേഷം
നമുക്ക് ഒരു ഗ്ലാസ്സിലോ എവിടെയെങ്കിലും കുറച്ച് വെള്ളത്തിൽ ഈ തൈ ഒന്ന് മുക്കി വെക്കുക. അപ്പോൾ ആ തൈയിൽ നിന്ന് വേര് കിളിച്ചു വരും. അങ്ങനെ വേര് വന്നതിന് ശേഷം നമുക്ക് കൊണ്ട് ചട്ടിയിൽ നട്ടു വെക്കാം. അല്ല എങ്കിൽ ഇതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ചട്ടിയിൽ നട്ടും വെക്കാം. അങ്ങനെ 2 രീതിയിൽ നമുക്ക് ഇതിൻ്റെ തൈ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റും. ഇത് ഞാനിപ്പം എങ്ങനെയാണ് നമ്മളൊരു ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ നടുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഏത് ചട്ടി എടുത്തെന്ന് പറഞ്ഞാലും അതിൽ നല്ലപോലെ ഹോൾസ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. കാരണം ഇതിന് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് നല്ല ഡ്രെയിനായി പോകുന്ന മണ്ണാണ് ഇതിന് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ചട്ടിയാണ് ഞാൻ നടാൻ പോകുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കൊക്കോപിറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഈക്വൽ അളവിലാണ് ഞാൻ മണ്ണും കൂടി എടുക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നടന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കൊക്കോപിറ്റും മണ്ണും എടുത്തു. മണ്ണിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടി, അതുപോലെ എല്ലുപൊടി, ഇത്രയും കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ മാത്രം ചേർത്താണ് ഈ ഒരു ചെടി ഞാൻ നടാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം മണ്ണ് എടുത്തു, അതുപോലെ തന്നെ കൊക്കോപിറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ മാത്രം. ഇത്രയും കാര്യങ്ങളും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മണ്ണ് നല്ലതുപോലെ കൂട്ടി യോജിപ്പിക്കുക. ഇതെല്ലാം കണ്ടോ, ഇതിലേക്ക് കുറച്ച് എല്ലുപൊടി എടുത്തു, അതുപോലെ ചാണകപ്പൊടി എടുത്തു. ഇത് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക. ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി, നല്ലപോലെ ചെടി നല്ല തഴച്ചു വളർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിന് നമ്മൾ ഈ ചെടിക്ക് വളരെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ക്ലിയർ വാട്ടർ മാത്രം ഒഴിച്ചു കൊടുക്കുക. അതായത് ക്ലോറിൻ ചേർത്ത വെള്ളമൊന്നും ഒഴിക്കാതിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ചെടി കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ്, അതായത് ചെടിയുടെ അഗ്രഭാഗമൊക്കെ കരിഞ്ഞ് വരുന്നതായിട്ട് തോന്നും. അന്നേരം ക്ലോറിനും അങ്ങനെ കെമിക്കൽസ് ചേർന്ന വെള്ളം ഒഴിക്കാതെ ക്ലിയർ വാട്ടർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ല എങ്കിൽ നിങ്ങൾക്ക് മഴവെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ചായിട്ട് മഴവെള്ളം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചെടി നമുക്ക് ഇതിലേക്ക് നട്ടുകൊടുക്കാം. നട്ടതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക, കൊണ്ട് സൺലൈറ്റിൽ അന്നേരം വെക്കരുത്. നല്ലതുപോലെ വേര് പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സൺലൈറ്റിലോ അല്ലെങ്കിൽ ചെറിയ ഇതിലൊക്കെ വെക്കാവൂ. മാക്സിമം നമ്മൾ എവിടെയെങ്കിലും തണലൊക്കെ നല്ല ഷെയ്ഡുള്ള പ്രദേശത്ത് വെച്ച് വേര് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് മിതമായ സമയത്തുള്ള സ്ഥലത്ത് വെക്കണം. അപ്പോൾ ഞാൻ ഈ തൈയാണ് ഇതേപോലെ കണ്ടിൻ്റെ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓൾറെഡി ഞാൻ കുറേ തൈകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു തൈ കട്ട് ചെയ്തെടുക്കാൻ കാണിച്ചു തരാം. കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ എങ്ങനെയാണ് ഈ സ്പൈഡർ പ്ലാന്റിൻ്റെ കുഞ്ഞുങ്ങളെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് കമൻറ്റ് ചെയ്യുക. അറിയാൻ പറ്റി. എനിക്ക് മാത്രമല്ല മറ്റ് കമൻസൊക്കെ വായിക്കുന്ന മറ്റു കൂട്ടുകാർക്കും അറിയാൻ പറ്റും. ഇങ്ങനെ ഈ രീതിയാണോ അതോ ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം നേരിട്ട് അതിലേക്ക് നട്ട് വെക്കുന്നൊരു രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടോ, ഇത് കട്ട് ചെയ്തെടുത്തു. ഇനി നേരിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ആ പോട്ടിംഗ് മിക്സിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ വളരെ ഈസി അല്ലേ? അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിത് വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോയി ഇതേപോലെ മണ്ണിൽ ഇറക്കി വെക്കുക. അത് നമ്മുടെ ഇഷ്ടം പോലെ ഏത് 2 രീതിയിൽ രണ്ടും ഒരേപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ്സാണ്. ഒന്ന് മണ്ണിൽ വെച്ച് കിളിപ്പിക്കുന്നു, അതുപോലെ തന്നെ വെള്ളത്തിലിറക്കി വേര് പിടിപ്പിക്കുന്നതും നല്ല മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് നമ്മൾ മണ്ണിൽ ഇറക്കി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് അങ്ങ് മണ്ണിലേക്ക് ഡീപ്പായിട്ട് ഇറക്കി വെക്കുന്നു. അതിൻ്റെ ജസ്റ്റ് ആ വേര് അതിൻ്റെ തണ്ടിൽ നിന്ന് വരുന്ന ആ ഭാഗമുണ്ട്, ആ ഭാഗം മാത്രം മണ്ണിലേക്ക് ഇറക്കി വയ്ക്കാവുള്ളൂ. അത്രയും മാത്രമേ ജസ്റ്റ് മണ്ണിലൊന്ന് ടച്ചായിരിക്കത്തക്ക രീതിയിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞു വേരുകൾ വന്നു തുടങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് മണ്ണിൽ, ഇതിപ്പം എൻ്റെ ഈ പോട്ടിംഗ് മിക്സിന് ഒരു ചെറിയ നനവുള്ളതുകൊണ്ട് ഞാൻ നനയ്ക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും ഒരു തണലുള്ള പ്രദേശത്തേക്ക് ഇതേപോലെ കൊണ്ട് മാറ്റി വെക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്പൈഡർ
പ്ലാന്റിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ സ്പൈഡർ പ്ലാന്റിന് എന്തൊക്കെ ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇതിന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഫ്രണ്ട്സ്, സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.